ഖുർആനിൽ തെളിവുണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത് ശിർക്കാണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് ഇതുവരെ കഴിയാതിരുന്നതും. അതുകൊണ്ട് തന്നെയാണ് മൗലവി ശിർക്കിന് ഖുർആനിൽ തെളിവുണ്ടാവില്ല. മൗലവി ഉച്ചയ്ക്ക് ശേഷം അപസ്മാരം ഇളകിയിട്ട് എന്തൊക്കെയോ പറയുന്നു. എന്താണ് ഇപ്പൊ ഇവരുടെ ഉച്ചയ്ക്ക് ശേഷം എന്താ അവിടെ പരിപാടി? കൈയൊട്ടി ബഹളം വെക്കുക എന്നാണ് തീരുമാനിച്ചു വന്നിട്ടുള്ളതല്ലേ? മറുപടി ഇല്ലാതെ ആവുമ്പോ കൈയടിക്കുകയാണ്. കൈയടിയുടെ ഇസ്ലാമിക മാനം എന്താ സഹോദരങ്ങളെ? നിങ്ങൾ ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ചാൽ പോരാ, ഒന്ന് മറിച്ചു നോക്കണം എന്താ അതിൽ പറയുന്നത് എന്ന്. അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കണം. പിന്നെ മൗലവി ഞങ്ങളോട് നല്ല ഭക്ഷണം കഴിക്കുന്ന കാര്യം പറഞ്ഞു. മൗലവി സാഹിബ് ഒരു കാര്യം മനസ്സിലാക്കണം. നല്ല ഭക്ഷണം നിങ്ങൾ ഞങ്ങളെ കൊണ്ട് കഴിപ്പിക്കുന്ന പറയുന്നത് ഇത് ഏതാണെന്നറിയോ? നമ്മുടെ ചരിത്ര പ്രസിദ്ധമായ നീല പുസ്തകമാണ്. കേരള ഇദ്വത്തുൽ മുജാഹിദീൻ പുലർത്തിപ്പോന്ന ആശയാദർശങ്ങൾ. ഇതിന്റെ 15ാമത്തെ പേജിൽ പറയുന്നത് എന്താണ്? നിങ്ങൾ കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന നിങ്ങൾ വിദേശ ബ്രാൻഡുള്ള മദ്യക്കുപ്പികൾ നിങ്ങളുടെ പുളിക്കൽ ജാമിയ സലഫിയയിൽ നിങ്ങൾ ഒഴിച്ചു കൊടുത്ത കഥ ഇത് മൗലവിമാരെ നിങ്ങൾ ബഹളം വെച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ നീല പുസ്തകത്തിൽ തന്നെ 15ാമത്തെ പേജിൽ പറഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള നിങ്ങൾ മദ്യക്കുപ്പികൾ വിദേശ മദ്യം കഴിക്കുന്ന നിങ്ങളാണോ നല്ല ഭക്ഷണം കഴിക്കാൻ ഞങ്ങളോട് ആവശ്യപ്പെടുന്നത്? ഉറപ്പില്ലേ നിങ്ങൾക്ക്? ഖുർആനിന്റെ പേരിൽ സുന്നത്തിന്റെ പേരിൽ വിദേശ ബ്രാൻഡുള്ള മദ്യക്കുപ്പികൾ വിതരണം ചെയ്യുന്ന നിങ്ങൾക്കോ ഖുർആനിന്റെ പേരിൽ ജീവിക്കാൻ എന്ത് അവകാശമാണുള്ളത്? ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ LP സ്കൂളിൽ ഡിക്ഷണറി അല്ല പഠിപ്പിക്കല്, മലയാളമാണ് അവിടെ പഠിപ്പിക്കല്. മലയാള പദം വിശദീകരിക്കുന്ന ഗ്രന്ഥമാണ് ഡിക്ഷണറി. അതിനാണത് പറഞ്ഞത്, അല്ലാതെ ഡിക്ഷണറി പഠിപ്പിക്കലുണ്ട് എന്നല്ല. അതുപോലും അറിയാത്ത സ്കൂൾ അധ്യാപക, ആ കുട്ടികളുടെ കാര്യം തീരാലക്ഷം തന്നെ എന്നേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ അദ്ദേഹം പറഞ്ഞു ആരാധനയല്ലാത്ത പ്രാർത്ഥന ഏതാണെന്ന് വിശദീകരിച്ചില്ല. ഞങ്ങൾ വിചിന്തരം എടുത്ത് വിശദീകരിച്ചു. ഞങ്ങൾ വിചിന്തരം വായിക്കാൻ തന്നെ കാരണം എന്താ? ആദ്യം വായന തുടങ്ങിയത് അവിടെ നിന്നാണ്. ഖുർആൻ പരിഭാഷ തുടങ്ങിയത് അവിടെ നിന്നാണ്. ടീക്കയുടെ പരിഭാഷ നിങ്ങളാണ് വായിച്ചത്. അപ്പോഴാണ് ഞങ്ങൾ ഇവിടുന്ന് വായന തുടങ്ങിയത്. അതൊക്കെ ഞങ്ങൾ സ്വബോധത്തോടെയാണ് ഇവിടെ ഇരിക്കുന്നത്. വിദേശ ബ്രാൻഡുള്ള കള്ളുകുടിച്ചുകൊണ്ടല്ല ഞങ്ങൾ ഇരിക്കുന്നത്. ഈ കാര്യം നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് ഞങ്ങൾ വിശദീകരിച്ചു. പ്രാർത്ഥന ആരാധനയാകുന്ന പ്രാർത്ഥന ഏതാണെന്ന് ഞങ്ങൾ പറഞ്ഞു. ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ട്, സ്വമതീയത്തെ ചാർത്തിക്കൊണ്ട്, സ്വയം പര്യാപ്തതയാണെന്ന വിശ്വാസത്തോടെ അല്ലാഹു അല്ലാത്തവർക്ക് അർപ്പിക്കുന്ന വിനയവും വിധേയത്വവും ഏതുണ്ടോ അതാണ് ആരാധന. അത് റസൂലുള്ളാഹി തങ്ങളോ സ്വഹാബത്തോ അല്ലാഹു അല്ലാത്തവർക്ക് ചെയ്തിട്ടില്ല. മുസ്ലിമികൾ ആരും ചെയ്തിട്ടില്ല. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പരിധിയിൽ പെടാത്ത സഹായാർത്ഥന മഹാത്മാക്കളായ അർവാഹുൽ ആലിയത്തിനോട് നടത്തി, പരിശുദ്ധാത്മാക്കളോട് നടത്തി. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ മഹത്തുക്കളോട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്തിഗാസ നടത്തിയത് പല ഗുരുകളെ സുലൈമാൻ സഖാഫി തെളിയിച്ചു. നിങ്ങൾക്കത് മറുപടിയല്ല എന്ന് പറഞ്ഞതുകൊണ്ട് മറുപടിയാവാതിരിക്കുകയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, ഞങ്ങൾ ചോദിച്ച 7 ചോദ്യവും ഇവിടെ അവശേഷിക്കുകയാണ്. ഞങ്ങളെ കയ്യിലുള്ള 33 ചോദ്യങ്ങൾ ഇനിയും അവശേഷിക്കുകയാണ്. അത് ചോദിക്കാൻ ഞങ്ങൾക്ക് അവസരം കിട്ടിയില്ല. ചോദിച്ച 7 തന്നെ ഉത്തരമില്ലാതെ ഈ സാധുക്കളെ നമ്മൾ എന്ത് ചെയ്യണം? അതുകൊണ്ട് തന്നെ 7 ചോദ്യങ്ങൾ ഇവിടെ അവശേഷിക്കുകയാണ്. മറുപടിയില്ലാത്ത 7 ചോദ്യമാണ്. പ്രാർത്ഥന ആരാധനയാവുന്നത് എപ്പോഴാണ്? അല്ലാത്ത പ്രാർത്ഥന ഏതാണ്? വിശദീകരിച്ചിട്ടില്ല. ഇബാദത്തിന്റെ നിർവചനം പറഞ്ഞ് ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ അത് വിശദീകരിച്ചിട്ടില്ല. അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന ആ സത്യവിശ്വാസി അടിമയും റസൂലുമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് മുഹമ്മദ് നബിയോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണെന്ന് വിശുദ്ധ ഖുർആൻ കൊണ്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ? ചോദ്യത്തിന് മറുപടി ഉണ്ടായിട്ടില്ല. ഹദീസ് കൊണ്ട് തെളിയിക്കാൻ കഴിയുമോ? നിങ്ങൾക്കത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ശിർക്കിന്റെ നിർവചനം നിങ്ങൾ പറഞ്ഞു അല്ലാഹു അല്ലാത്തവർക്ക് ആരാധന അർപ്പിക്കലാണെന്ന്. ആരാധനയാണെങ്കിലോ ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ടാവണമെന്ന് അൽമനാറും വിചിന്തനവും പറയുന്നു. ഞങ്ങൾ ദിവ്യത്വം കൽപ്പിച്ചിട്ടില്ല. അല്ലാഹു അല്ലാത്തവർ ദൈവമാണെന്ന് പറഞ്ഞിട്ടില്ല, വിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ലോകത്തുള്ള ലക്ഷോപലക്ഷം വരുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെ മുസ്ലിം ലോകത്തെ മുശ്രിക്കാക്കാനും കാഫിറാക്കാനും നിങ്ങൾക്ക് കഴിയുകയില്ല. കഴിഞ്ഞിട്ടില്ല. 6 മണിക്കൂറോളം നീണ്ടുനിന്ന ഈ ചർച്ചയിൽ നിങ്ങൾക്കതിന് കഴിഞ്ഞിട്ടില്ല എന്ന് എല്ലാ മുഖാമുഖങ്ങളിലും ഞങ്ങൾ തെളിയിച്ചതുപോലെ ഇവിടെയും ഇതാ തെളിയിച്ചിരിക്കുന്നു. ജീവനുള്ള മൗലവിമാരെ കയ്യിൽ കിട്ടിയ ഈ സന്ദർഭത്തിൽ ഞങ്ങൾ ഇവിടെ വെച്ച് തെളിയിച്ചിരിക്കുന്നു. കഴിയില്ല മക്കളെ, കഴിയില്ല. നിങ്ങളുടെ വിദേശ ബ്രാൻഡുള്ള മദ്യമല്ല, സാധാ മദ്യം തന്നെ കുടിച്ചതുകൊണ്ടും നിങ്ങൾക്കിത് തെളിയിക്കാൻ കഴിയുകയില്ല എന്ന് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്താൻ ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾ 7 ചോദ്യമേ ചോദിച്ചിട്ടുള്ളൂ. അതുപോലും വ്യക്തമായ മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. പ്രാർത്ഥന ആരാധനയാവുന്നത് എപ്പോഴാണ്? മറുപടി പറഞ്ഞിട്ടില്ല. ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടില്ല. ഇബാദത്ത് എപ്പോഴാണ്?
ഇതുവരെ അഡ്രസ് ഉള്ള ബുക്കാ വായിച്ചിരുന്നത്, ഇപ്പൊ അഡ്രസ് ഇല്ലാത്ത ബുക്കാ വായിക്കണത്. അപ്പൊ അങ്ങനെ അഡ്രസ് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം. ഇതുവരെ വിചിന്തനം വായിച്ചു, അത് പിന്നെ അൽമനാർ വായിച്ചു, പിന്നെ അഡ്രസ് ഇല്ലാത്തൊരു ബുക്കാ ഇപ്പൊ വായിച്ചത് നീലപുസ്തകം. നീലപുസ്തകം അഡ്രസ് ഇല്ലാത്ത പുസ്തകം എന്ന പേരിൽ അറിയപ്പെട്ടതും അത് ആരാണ് ഈ സെലഫി പബ്ലിക്കേഷൻസ് എന്ന് അറിയപ്പെടാത്തതിന്റെ പേരിൽ അഡ്രസ് ഉള്ള ഒന്നും കിട്ടിയില്ല. കാന്തപുരം രതിവൈകൃതങ്ങളുടെ ഉസ്താദ് എന്ന ക്രൈമിന്റെ കവർ സ്റ്റോറി ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് ഞങ്ങൾ വായിക്കുകയില്ല, അങ്ങനെ ഞങ്ങളുടെ സംസ്കാരമല്ലാതെ. അതിലും വലുതുണ്ട്, മനസ്സിലായില്ലേ? അത് ഏതെങ്കിലും ഇത് അഡ്രസ് ഇല്ലാത്തവരക്കിയതാ. അഡ്രസ് ഉള്ള ഓഫീസിലുള്ള ക്രൈമിന്റെ ഓഫീസ് നിങ്ങൾക്ക് അറിയാലോ. നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിച്ചോ? നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതികരിക്കാൻ സാധിച്ചോ? ക്രൈം ഞങ്ങൾ വായിപ്പിക്കരുത്, ഞങ്ങളത് വായിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ ഇവിടെ മുങ്ങിച്ചാകാൻ പോകുന്ന സമയത്ത് പിടിവള്ളി എന്ന നിലയിൽ വിചിന്തനം പിടിച്ചപ്പോൾ അതിന്റെ തനിനിറ ഞങ്ങൾ തുറന്നു കാട്ടിയപ്പോ, നിക്കക്കള്ളിയില്ലാതെ വന്നപ്പോ അവസാനം നീലപുസ്തകത്തില് മദ്യക്കുപ്പിയിൽ അഭയം തേടിയിരിക്കുകയാണ്. അപസ്മാരമല്ല, അലവി സക്കാഫിക്ക് ഭ്രാന്ത് തന്നെ തുടങ്ങിയിരിക്കുകയാണ്. ആ ഭ്രാന്ത് യഥാർത്ഥത്തിൽ ഇപ്പോൾ തന്നെ അതിവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് വലിയ ബേജാറുണ്ടാവും. കാരണം 10 കൊല്ലത്തോളം നിങ്ങൾ കെട്ടിപ്പൊക്കിയ സമതീയത്തിന്റെ കോട്ട ഈ ശിർക്ക് സ്ഥാപിക്കാൻ വേണ്ടി മുഖാമുഖ വീരന്മാര് കേരളത്തിലുടനീളം നടത്തിയ മുഖാമുഖത്തിൽ ഈ കള്ളത്തരമാണ് പ്രചരിപ്പിച്ചിരുന്നത് എന്ന സത്യം ഈ വാദപ്രതിവാദത്തിൽ പുറത്തു വരുമ്പോൾ നിങ്ങൾക്ക് നിക്കക്കള്ളി ഉണ്ടാവുകയില്ല. ഇതുവരെ പലരെയും മടക്കി നിങ്ങൾ പിന്നിൽ നിൽക്കുകയായിരുന്നു. ഇപ്പോൾ പ്രധാനപ്പെട്ട മുഖാമുഖ വീരന്മാര് തന്നെ മുന്നിൽ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ മാനക്കേട് തോന്നുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. ശിർക്ക് സ്ഥാപിക്കുവാൻ വേണ്ടി നിങ്ങൾ അഡ്രസ് ഇല്ലാത്ത ബുക്കുകൾ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. പിന്നെ ഞാൻ സ്കൂൾ അധ്യാപകനാണ്, ഞാൻ കുറെ കാലം സ്കൂൾ പഠിപ്പിച്ചിരുന്നു. ഞാൻ സ്കൂളിൽ നിന്ന് വിട്ടിട്ട് വർഷങ്ങളായി. അറിയില്ലെങ്കിൽ അറിയാത്തത് പറയാതിരിക്കുകയാണ് നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇബാദത്തിന്റെ നിർവചനം എന്താണ്? ഇബാദത്തിന് ഞങ്ങളും നിങ്ങളുമൊക്കെ അംഗീകരിക്കുന്ന നിർവചനം തന്നെ അഖ്സാ ഗായത്തിൽ ഖുദൂഇ വത്തദല്ലുലി, അങ്ങേയറ്റത്തിന്റെ വിനയത്തിന്റെയും താഴ്മയുടെയും പ്രകടനം. ഇനി നിർവചനം പറഞ്ഞില്ല എന്ന് പറയരുത്. അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും അള്ളാഹുവിന് അർപ്പിച്ചാൽ അള്ളാഹുവിനുള്ള ഇബാദത്തായി, അത് ഔലിയാക്കൾ കർപ്പിച്ചാൽ അമ്പിയാക്കൾ കർപ്പിച്ചാൽ അവർക്കുള്ള ഇബാദത്തായി. അതാണ് ഞങ്ങൾ പറയുന്നത്. അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും എപ്പോഴാണ് അങ്ങേയറ്റമാവുക? അത് വണങ്ങപ്പെടുന്ന വ്യക്തിയെ കുറിച്ച് ദിവ്യത്വം നിങ്ങളുടെ മനസ്സിലുണ്ടാകുമ്പോഴാണ്. അതിനെക്കുറിച്ചാണ് ഭക്ത്യാദരവുകൾ എന്ന് പറഞ്ഞത്. ബൈജൂരിയെ വായിച്ചല്ലോ. ദുആക്ക് നിർവചനം ചോദിച്ചപ്പോ ശൈഖുൽ ഇസ്ലാം എന്ന് നിങ്ങൾ പറയുന്ന ബൈജൂരിയുടെ ബാജൂരിയിൽ നിന്നും ഞാൻ വായിച്ചു. വിനയത്തോടുകൂടി ഒരു കാര്യം തേടലാണ്. വിനയത്തോടുകൂടി തേടുന്നത് അത് ഇബാദത്താകുന്ന ദുആയാണ്. അത് അള്ളാഹുവിനോട് നടത്തിയാൽ അള്ളാഹുള്ള ഇബാദത്ത്, മൊയ്തീൻ ശൈഖിനോട് നടത്തിയാൽ മൊയ്തീൻ ശൈഖിനുള്ള ഇബാദത്ത്. അതല്ല നിങ്ങൾ മമ്പറന്തങ്ങൾക്ക് നടത്തിയാൽ മമ്പറന്തങ്ങൾക്കുള്ള ഇബാദത്ത്. അതുകൊണ്ട് മലയാള ഡിക്ഷണറി കൊണ്ടൊന്നും ഇനി നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല. നമ്മുടെ ഒന്നാമത്തെ തെളിവ് പരിശുദ്ധ ഖുർആനാണ്. പരിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കേരള മുസ്ലിങ്ങൾക്കിടയിൽ നടന്നു വരുന്ന ഈ മമ്പറത്തങ്ങളെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ, ഇബ്രാഹിം നബി എനിക്കൊരു കുട്ടിയെത്തരണേ എന്നിങ്ങനെയുള്ള പ്രാർത്ഥനകൾ അത് ശിർക്കാണ്. അത് സ്ഥാപിക്കുവാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കും തോറും നിങ്ങൾ സമൂഹ മധ്യത്തിൽ വീണ്ടും വീണ്ടും വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ന്യായങ്ങൾ നിങ്ങൾ തകർന്നു കഴിഞ്ഞു. ഇവിടെ നിങ്ങൾ മുഖാമുഖങ്ങളിൽ കെട്ടിപ്പൊക്കിയ നിങ്ങളുടെ സമതീയത്തിന്റെ കള്ളക്കഥ, ആ മണൽക്കോട്ട ഇവിടെ തകർന്നു വീണിരിക്കുകയാണ്. അതിൽ നിങ്ങൾക്ക് ബേജാറുണ്ടാകും. അലവി സക്കാഫിക്കും സുലൈമാൻ സക്കാഫിക്കും ബേജാറുണ്ടാകും. ബേജാറുണ്ടായിട്ട് കാര്യമില്ല. നിങ്ങളുടെ മുഖാമുഖം പ്രഹസനങ്ങളിൽ നിങ്ങൾ എന്നെ നേരത്തെ ഇവിടുന്ന് പറഞ്ഞല്ലോ, ആദ്യം ചോദ്യകർത്താക്കളെ ചട്ടം കെട്ടുക, എന്നിട്ട് എന്ത് ഉത്തരം പറയണമെന്ന് ചട്ടം കെട്ടുക എന്നൊക്കെ. പിന്നെ മൂപ്പര് കയ്യടിയെ സംബന്ധിച്ച് പറഞ്ഞു. കയ്യടിയുടെ കാര്യം ബാക്കിലേക്കുമെന്ന് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതാണ്. രണ്ടും കയ്യും ഉയർത്തി മേലോട്ടെണീറ്റ് നിന്ന് ഓ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് സത്യമാവുകയില്ല. അങ്ങനെയാണ് നിങ്ങൾ ഇത്രയും കാലം പല വാദപ്രതിവാദങ്ങളിലും. അതുകൊണ്ടാണ് പരസ്യവാദപ്രതിവാദം ഹാളിനകത്ത് അത് പറ്റൂല, നമുക്ക് എന്തായാലും സ്വകാര്യം, നമുക്ക് പരസ്യമായിക്കൂടെ. പരസ്യമായാലും എന്താ, യാഹോവിനെ ഇളക്കി വിട്ട് കൂക്കാൻ പറ്റും. അതാ ഞങ്ങള് പോലീസ് പെർമിഷൻ വേണമെന്ന് പറഞ്ഞപ്പോ ചില ആളുകൾ പറയാ, എന്തിനാ പോലീസ് പെർമിഷൻ? ഞങ്ങൾക്ക് പോലീസ് പെർമിഷൻ ഒന്നും വേണ്ട, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തോളീൻ. ഈ ഇന്ത്യ രാജ്യത്ത് ഞങ്ങളുടെ ആശയാദർശങ്ങൾ പ്രചരിപ്പിക്കുവാൻ വേണ്ടി ഞങ്ങൾ പെർമിഷൻ എടുത്ത് പ്രസംഗിക്കുമ്പോൾ അവിടെ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി വിവരമില്ലാത്ത പാമര ജനങ്ങളെ ഇളക്കി വിടുന്നത് എന്തിനാണ്? നിങ്ങളുടെ കയ്യിൽ സത്യമുണ്ടെങ്കിൽ അതിന്റെ ആവശ്യം നിങ്ങൾക്കുണ്ടോ? അത് നിങ്ങൾ പലയിടത്തും നടത്തിയിട്ടുണ്ട്. അത് ഇവിടെ നടക്കുകയില്ല എന്നതാണ് നിങ്ങൾക്കിപ്പോഴുള്ള ബേജാറ്. നിങ്ങൾക്കിത് തീരുമാനിക്കേണ്ടി വന്നല്ലോ. നിങ്ങൾക്ക് തെളിവുകൾ തമ്മിൽ മാറ്റിവെക്കുകയാണ് ഇവിടെ. തെളിവും തമ്മിൽ മാറ്റിവെക്കുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അത് പറയാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് നിങ്ങൾ പലതരത്തിലുള്ള കോപ്രായങ്ങളും കാണിക്കുന്നത്. നിങ്ങളെ ബേജാറ് കാണുമ്പോൾ സംഗതി മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ബേജാറാകുന്നത് കൊണ്ട് കാര്യമില്ല. സംഗതികൾ പൊളിഞ്ഞു പോവുകയാണ്. ശിർക്ക് സ്ഥാപിക്കുവാൻ വേണ്ടി നിങ്ങൾ പരിശുദ്ധ ഖുർആനും